നൂറ്റാണ്ടുകൾക്ക് മുൻപ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ചിരുന്നത് കോടതികളോ നിയമങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ വിചിത്രമായ പരീക്ഷകളായിരുന്നു. ഒരു വ്യക്തി നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് ദൈവത്തിൻ്റെ വിധി നേരിട്ട് ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇതിലെ ഒരു പ്രധാന രീതിയാണ് അഗ്നിപരീക്ഷ. കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ ചൂടുള്ള ഇരുമ്പ് കൈകളിൽ പിടിപ്പിക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം കയ്യിലെ മുറിവ് ഉണങ്ങിയാൽ ആ വ്യക്തി നിരപരാധിയായി കണക്കാക്കും. മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ അത് കുറ്റവാളിയാണെന്നതിന് തെളിവായി എടുക്കും. മറ്റൊരു രീതിയാണ് വെള്ളത്തിലെ വിചാരണ. കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ കയർ ഉപയോഗിച്ച് കെട്ടി തണുത്ത വെള്ളത്തിലേക്ക് മുക്കും. ശരീരം മുങ്ങി താഴേക്ക് പോയാൽ നിരപരാധിയെന്നും മുകളിലേക്ക് പൊങ്ങി വന്നാൽ കുറ്റവാളിയെന്നും വിശ്വസിച്ചു. ഇവിടെയെല്ലാം ഒരു മനുഷ്യൻ്റെ ഭാഗ്യമോ ശരീരത്തിൻ്റെ പ്രതികരണമോ അല്ല, ദൈവത്തിൻ്റെ വിധി നേരിട്ട് ലഭിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും 1000 വർഷം മുൻപ് ഈ രീതികളായിരുന്നു നീതിയുടെ അവസാന വാക്ക്.